ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സ്പെഷ്യൽ ട്രിബ്യൂണൽ പിരിച്ചുവിടണം. എറണാകുളം വൈദിക യോഗം. ഈ കഴിഞ്ഞ ദിവസം ജൂൺ 5-ാം തീയതി എറണാകുളത്ത് അനധികൃതമായിട്ടൊരു വൈദിക യോഗം കൂടി. നിലവിലില്ലാത്ത വൈദിക സമിതിയും നിലവിലില്ലാത്ത ആലോചന സമിതിയും വിളിച്ചിട്ട്, പിന്നെ അത് രണ്ടും നിലവിലില്ലാത്തത് ആയതുകൊണ്ട് നിലവിലുള്ള ഒരു സമിതി ഫൊറോന വികാരിമാരുടെ, അത് ഫൊറോന വികാരിമാരാണ്, അവരായിരിക്കും തൊടത്തല കാലവരുടെ യോഗം വിളിക്കാം, അവരോട് കൂട്ടിക്കെട്ടി എല്ലാം കൂടി കൂട്ടിക്കുഴച്ച ഒരു വൈദിക യോഗം കൂടി. ആ വൈദിക യോഗത്തിൽ ചർച്ച ചെയ്തൊരു പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു? കേൾക്കണോ? സ്പെഷ്യൽ ട്രിബ്യൂണലിനെ പിരിച്ചുവിടുക. സ്പെഷ്യൽ ട്രിബ്യൂണലിനെ പിരിച്ചുവിടുക. മണവാളനച്ഛനെ 24 മണിക്കൂറിനുള്ളിൽ ഇറക്കി വിടുക എന്ന് ഉത്തരവിട്ട സ്പെഷ്യൽ ട്രിബ്യൂണലിനെ പിരിച്ചുവിടുക. എന്തുകൊണ്ടാണ് ഈ സ്പെഷ്യൽ ട്രിബ്യൂണൽ വിരിച്ചുവിടണമെന്ന് ഈ വൈദിക യോഗത്തിൽ ചർച്ച ചെയ്തത്? ആ ചർച്ച ചെയ്യാനായിട്ട് തട്ടിൽ പിതാവും പാമ്പളാനി പിതാവും ഇരുന്നു കൊടുത്തത് 3 കാരണങ്ങളാണ് അവർ പറഞ്ഞത്. 3 ചുരുക്കി ഞാൻ പറയുകയാണ്. 1, മണവാളനച്ഛനെ ബസിലിക്കയിൽ വീണ്ടും ഇരുത്തണം. മണവാളത്തിനെ ഇറക്കിവിടാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്ന് അവരവിടെ വ്യക്തമാക്കിയില്ല. നമുക്കറിയാം എന്തുകൊണ്ടാണെന്ന്. അവിടെ വരുന്ന പൈസ മുഴുവൻ അടിച്ചു മാറ്റി ഈ അഴിമതിക്കാർക്ക് കൊടുക്കാനായിട്ട്, ഈ പോലീസിനോ രാഷ്ട്രീയക്കാർക്കോ ആർക്കൊക്കെയാണോ വീതം വെച്ച് കൊടുക്കേണ്ടത്, ഇവർക്ക് വിമത പ്രവർത്തനം നടത്താൻ കാശ് വേണ്ടേ? അതിന് പണം കട്ടെടുക്കാനായിട്ടുള്ള, അഴിമതി ചെയ്യാനായിട്ടുള്ള ഒത്താശ ചെയ്തു തരുന്ന, അല്ലെങ്കിൽ അത് പണം എത്തിച്ചു തരുന്ന മണവാളനച്ഛനെ ബസിലിക്കയിൽ വീണ്ടും ഇരുത്തണം. ബസിലിക്കയിൽ നിന്ന് അദ്ദേഹത്തെ ഇറക്കിവിടാൻ പറഞ്ഞിരിക്കുന്നു, ഉത്തരവിട്ടിരിക്കുന്നു. ആ ഉത്തരവ് എങ്ങനെ പാലിക്കും? അതൊന്നും പാലിക്കാൻ പറ്റില്ല. 2, സഭാതലവനെതിരെയും അദ്ദേഹത്തിന്റെ വികാരിക്കെതിരെയും ഉത്തരവ് പുറപ്പെടുവിക്കാൻ 24 മണിക്കൂറിൽ മണവാളെ ഇറക്കിവിടൂ എന്ന് പറയാൻ സ്പെഷ്യൽ ട്രിബ്യൂണലിന് എന്ത് അധികാരം? അതാണ് 2ാമത്തെ ചോദ്യമായിരുന്നത്. ഈ അനധികൃതമായി കൂടിയ വൈദിക യോഗത്തിൻ്റെ കാര്യം ഞാൻ പറയണം കേട്ടോ. 3, അത് വളരെ രസകരമാണ്. 3ാമത്തെ കാരണം അവർ ഉന്നയിച്ചത്, ആ സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ തലപ്പത്ത് ആരാണ് ഇരിക്കുന്നത്? ഒരു സന്യാസ വൈദികൻ, CMI സന്യാസ സമൂഹത്തിൽപ്പെട്ട പാമ്പാറയച്ചൻ. പിന്നെ സന്യാസികളല്ലേ ഞങ്ങളെ രൂപത വൈദികരെ ഭരിക്കാൻ വരുന്നത്. സന്യാസികളും ഞങ്ങളെ ഭരിക്കാൻ വരേണ്ട കാര്യമില്ല. ഒരു സന്യാസിനെയാണ് അതിന്റെ തലപ്പത്ത് വെച്ചിരിക്കുന്നത്, CMI സഭയിൽപ്പെട്ടവനെ. അവനൊന്നും അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. മാർപ്പാപ്പയെ അനുസരിച്ചിട്ടില്ല, പിന്നെയല്ലേ CMI സന്യാസ സഭയിലൊരു വൈദികനെ. പൗരത്വ സഭയുടെ തലവനെതിരെ സ്വഭാവദൂഷ്യം ആരോപിച്ചിട്ട് ഇരിക്കുന്നവരെ ഞങ്ങൾ ഈ വൈദിക യോഗത്തിൽ. പൗരത്വ സഭകളുടെ തലവനെതിരെ സ്വഭാവദൂഷ്യം ആരോപിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കണേ. ആ യോഗത്തിലുണ്ടായത് അത്. ഞാൻ ഇന്നലെ അതിനെക്കുറിച്ച് വീഡിയോ പറഞ്ഞായിരുന്നു. അദ്ദേഹത്തെ ഞങ്ങൾ അനുസരിച്ചിട്ടില്ല. പൗരത്വ സഭയുടെ തലവനെ, മുമ്പത്തെ തലവന്റെ കോലം കത്തിക്കാൻ മടിച്ചിട്ടില്ല. മാർപ്പാപ്പ നേരിട്ട് അയച്ച പ്രതിനിധിയെ കുപ്പിയെറിയ ഞങ്ങൾ മടിച്ചിട്ടില്ല. പിന്നല്ലേ ഒരു മലയാളിയും CMI സന്യാസ സമൂഹത്തിൽപ്പെട്ട ആളുമായ ഈ പാമ്പാറയച്ചന്റെ കൽപ്പന ഞങ്ങൾ അനുസരിക്കുന്നത്. അതൊക്കെ ചവറ്റുകൊട്ടയിൽ എറിയൂ, കത്തിച്ചു കളയൂ. മാർപ്പാപ്പയുടെ കത്തുകൾ പോലും ഞങ്ങൾ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിട്ടുള്ളവരാണ്, കത്തിച്ച് കളഞ്ഞിട്ടുള്ളവരാണ്. ഞങ്ങളുടെ ശക്തി എന്താണെന്ന് നിങ്ങൾ വിചാരിച്ചേ? ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾ വിചാരിച്ചേ? ഇതൊക്കെയാണ് ചർച്ചയായിരുന്നേ. ബന്ധപ്പെട്ട കൂരി അംഗങ്ങൾ ഇതൊക്കെ റിപ്പോർട്ടാക്കി ബന്ധപ്പെട്ടവരെ അറിയിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ആഹ്വാനം ചെയ്യുന്നു. കൂരി അംഗങ്ങൾ ഇതെല്ലാം റിപ്പോർട്ടാക്കി ബന്ധപ്പെട്ടവർ അറിയിക്കണം, ഔദ്യോഗികമായിട്ട് അറിയിക്കണം. നമ്മുടെ സഭയെ ഇതുപോലെ നാണം കെടുത്തി, ഇത് അധികാരമില്ലാത്ത കാര്യങ്ങൾ, അംഗീകാരമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്ത് നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തുന്ന, ഇത്രയും അഴകുഴമ്പൻ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയും, അവരെ പുറത്താക്കാതെ ഇനി സുറിയാനി കത്തോലിക്കർക്ക് ഉറക്കമില്ല. അധികാരമില്ലാത്ത വേദികളിൽ, അംഗീകാരമില്ലാത്ത വേദികളിൽ, അവർക്ക് ചർച്ച ചെയ്യാൻ അവകാശമില്ലാത്ത വേദികളിൽ ചർച്ച ചെയ്യാൻ അനുവദിച്ച മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയും പുറത്തു പോകാതെ സുറിയാനി മക്കൾക്ക് ഇനി ഉറക്കമില്ല. നിങ്ങളും എത്രമാരെ തെരഞ്ഞെടുത്തിട്ടുണ്ടാകാം, പക്ഷെ പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുത്തുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുത്തവരാണെങ്കിൽ ഇങ്ങനെ ഒരു പൈശാചിക കൂട്ടുകെട്ടുകൾക്ക് കൂട്ടുനിൽക്കില്ല.
എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഈ യോഗത്തിന് ഈ സ്പെഷ്യൽ ട്രിബ്യൂണല് പിരിച്ചുവിടാനുള്ള ആ വിഷയം ചർച്ച ചെയ്യാനുള്ള അധികാരമുണ്ടോ? ഞാൻ ആവർത്തിക്കുന്നു, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഈ യോഗത്തിന്, വൈദിക യോഗത്തിന്, ഇങ്ങനെ ഒരു വിഷയം സ്പെഷ്യൽ ട്രിബ്യൂണലിൽ പിരിച്ചുവിടുക എന്ന വിഷയം ചർച്ച ചെയ്യാനുള്ള അധികാരമുണ്ടോ? അംഗീകാരവും അധികാരവുമില്ലാത്ത ഒരു യോഗത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്യാനായിട്ട് അനുവദിച്ചതിന് ന്യായീകരണമുണ്ടോ? ഈ ചർച്ച അനുവദിച്ച മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരി മെത്രാനും മാർ ജോസഫ് പാംപ്ലാനിയും സഭയുടെ നിയമവ്യവസ്ഥയെ മൊത്തത്തിൽ വെല്ലുവിളിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തുന്ന ഒരു വിമത കൂട്ടത്തെ കൂട്ടിച്ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഈ ആർച്ച് ബിഷപ്പും, മേജർ ആർച്ച് ബിഷപ്പും നമ്മുടെ സഭയ്ക്ക് വേണോ? ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാണ്, 100% ഉറപ്പ്, ഈ സഭ പിളരില്ല. പിളരുമായിരുന്നെങ്കിൽ എന്തിനാണ് ഈ കൂരിയായെ മാറ്റണം, 2 പേരെ മാറ്റണം എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ അള്ളിപ്പിടിച്ച് കിടക്കുന്നത്? അവർക്ക് പിളർന്നു പോയാൽ പോരെ. അപ്പൊ ഈ സഭ പിളരില്ല. പിളരുമെന്ന് വിചാരിക്കുന്ന ഏക വിഭാഗം മെത്രന്മാരാണ്. ഇനി പിളർന്നാൽ തന്നെ, സഭ പിളരുന്നെങ്കിൽ പിളരട്ടെ എന്ന് കരുതി തീരുമാനമെടുക്കാൻ മെത്രാന്മാരെ നിങ്ങൾ മടിക്കുന്നത് എന്ത്? സഭ പിളരില്ല. പിളരുമെന്ന് നിങ്ങൾ വെറുതെ വിചാരിക്കുകയാണ്. പിളരുമായിരുന്നെങ്കിൽ അവർ പണ്ടേ പിളർന്ന് പോയേനെ. അത് നടക്കില്ല, അത് സംഭവിക്കില്ല. ഇനി പിളരുന്നെങ്കിൽ തന്നെ പിളരട്ടെ എന്ന് കരുതി തീരുമാനമെടുക്കാൻ മെത്രാന്മാരെ നിങ്ങൾ മടിക്കുന്നത് എന്ത്? പിളർപ്പ് കത്തോലിക്ക സഭയിൽ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. ഞാൻ ആവർത്തിക്കുക, പിളരാനാണ് താല്പര്യമെങ്കിൽ അവർ പണ്ടേ പുറത്തു പോകുമായിരുന്നില്ലേ? എന്തിനാണ് ഈ 2 കൂരി അംഗങ്ങളെ മാറ്റണം എന്ന് പറഞ്ഞ് അവർ അള്ളിപ്പിടിച്ച് കിടക്കുന്നത്? എന്തിനാണ് കൂരിയായി മാറ്റുക എന്ന ഒരൊറ്റ അജണ്ടയിൽ ചുറ്റിക്കറങ്ങുന്നത്? കൂരിയായി നിങ്ങൾ മാറ്റ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ കൂരിയായി മാറ്റ്. ചിലപ്പോൾ നിങ്ങൾ ചെയ്യും. ഹാലിളകി വൈരാഗ്യം മൂത്ത് നിങ്ങൾ ചെയ്തു നോക്ക്. ഞങ്ങൾ വിശ്വസിക്കുന്നത് കർത്താവിലാണ്, കർത്താവിന്റെ ശക്തിയിലാണ്. കർത്താവ് ഇന്നും എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നതും വിശ്വസിക്കുന്നതും. ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബുദ്ധിയും ബോധമുള്ള ഒരാളും സുറിയാനി സഭയുടെ നേതൃത്വത്തിൽ ഇല്ലെന്നുണ്ടോ? നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.